നമ്മൾ ചില കടകളിലൊക്കെ ചെന്ന് കഴിയുമ്പോഴല്ല ശ്രദ്ധിച്ചോണം, അവർ ഈ പച്ചക്കറിയൊക്കെ ആണെങ്കിൽ പ്രത്യേകിച്ച് ഈ മോശമായി തുടങ്ങുന്ന സാധനങ്ങളൊക്കെ ഇങ്ങനെ ഒരു സൈഡിലൊക്കെ ചേർത്ത് വയ്ക്കും. അതുപോലെ നമ്മുടെ വീടിൻ്റെ വാതിൽക്കൽ കൂടെ കച്ചവടം ചെയ്യും. അവർക്ക് ഈ പ്രത്യേകിച്ച് ഈ ഓറഞ്ച് ആപ്പിൾ അതൊക്കെ കാണുമ്പോഴേ അത് സൈഡിലൊക്കെ എടുത്ത് വെച്ചേക്കും. നമ്മളിപ്പം എത്ര കിലോ വാങ്ങിക്കുന്നു അതിൻ്റെ കൂടെ ആ ഒരെണ്ണം കൂടെ എടുത്തിടും. നമ്മുടെ കണ്ണ് വെട്ടിച്ചായിരിക്കും അവരതിനകത്തിൽ മോശമായിട്ടുള്ളത് എടുത്തിരുന്നത്. അപ്പം ചിലർ അറിയാതെ ചെയ്യുന്നവരുണ്ട്, ചിലരിങ്ങനെ ഞങ്ങളേതെല്ലാം കാശ് കൊടുത്ത് മേടിക്കുന്നതല്ലേ, അപ്പോൾ അവരും കാശ് കൊടുത്ത് മേടിക്കും, ഞങ്ങൾക്ക് നഷ്ടം വരുമ്പോൾ അവർക്ക് നഷ്ടം വരട്ടെ എന്നുള്ള രീതിയിൽ ചിലരെന്താണ് നോക്കി എല്ലാം മാറ്റി വെച്ചേക്കും, അതൊന്നും സെയിൽ ചെയ്യില്ല, കൊടുക്കില്ല. ചിലർ എന്താണ് ഇതൊക്കെ ഇതിൻ്റെ കൂടെ ചേർത്ത് വിടും. ഇതൊക്കെ ഒരു ചെറിയ ട്രിക്കുകളൊക്കെയാണ്. ചിലരുണ്ടാകും നമ്മളെ കടയിലോട്ട് ചെന്ന് കഴിഞ്ഞാൽ നമ്മളെ കൊണ്ട് എങ്ങനെയെങ്കിലും ആ സാധനം വാങ്ങിപ്പിക്കും. ആ രീതിയിൽ വാചകമടിയാണ്, ഭയങ്കര വാചകമടിയാണ്. എനിക്ക് ഓവറായിട്ട് ഒരു സാധനത്തെക്കുറിച്ച് ഇങ്ങനെ വിശദീകരിച്ച് നമ്മളെ കൊണ്ട് വാങ്ങിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി മാത്രം സംസാരിക്കുന്ന കുറേ ആളുകളുണ്ട്. ഞാൻ അങ്ങനെയുള്ളവരോട് ചോദിക്കും, ഞങ്ങൾക്ക് വേണമെങ്കിൽ മേടിക്കും, ഇത്രയധികം സംസാരിക്കേണ്ട കാര്യമൊന്നുമില്ല, നമുക്ക് കുറേയൊക്കെ കാര്യങ്ങൾ നിങ്ങളീ പറയുന്ന സാധനങ്ങളെക്കുറിച്ച് അറിയാം എന്ന് പറയും. എൻ്റെ ഹസ്ബൻഡ് എങ്ങനെയാണെന്നറിയാമോ, ഒരു സാധനം മേടിക്കണമെങ്കിൽ ഒരു എന്താണോ വാങ്ങിക്കാൻ ഉദ്ദേശിച്ചത് അത്തിരി അത് ഉള്ള കടകളിലൊരു 3-4 കടകളിലെങ്കിലും അദ്ദേഹം പോയി ആദ്യമേ തിരക്കും, എങ്ങനെയാണെന്നൊക്കെ എല്ലാം തിരക്കി ഓരോ കമ്പനിയുടെ ഏതൊക്കെ കമ്പനിയാണ് അതിൻ്റെ കാര്യങ്ങളെല്ലാം തിരക്കി അവിടെ ഏറ്റവും വിലക്കുറവ് നമ്മൾ ഉദ്ദേശിക്കുന്ന കമ്പനിയിൽ ഏറ്റവും വിലക്കുറവ് എവിടെ നിന്ന് കിട്ടും അവിടുന്ന് അദ്ദേഹം മേടിക്കുള്ളൂ. അദ്ദേഹത്തിന് പറഞ്ഞിട്ടില്ല, അദ്ദേഹം അതുപോലെ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന കാശല്ലേ, അപ്പോൾ എല്ലാവരും കഷ്ടപ്പെട്ടിട്ടാണ്. അപ്പോൾ അങ്ങനെ ഒരു ക്യാരക്ടറാണ്. പക്ഷെ ചിലരെ സംബന്ധിച്ച് ഇതൊന്നുമില്ല. ഏതാ ഒരു കട അവരും ജോലി ചെയ്ത് ഉണ്ടാക്കുന്ന കാശ് തന്നെയാണ്. പക്ഷെ ഒരു കടയിലേക്ക് ചെല്ലുക, അവർ ഇത്രയും രൂപയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ഒന്നും കൂടുതലായിട്ട് തിരക്കത്തൊന്നുമില്ല. ഓക്കെ, അവർ പറയുന്ന വിലയ്ക്ക് സാധനം വാങ്ങിയിട്ട് കൊണ്ടുവരുന്ന ആളുകളുണ്ട്. അപ്പോൾ ഈ 2 ടൈപ്പ് ആൾക്കാരും എന്താണ്, ജോലി ചെയ്ത് കഷ്ടപ്പെട്ട് തന്നെ സമ്പാദിക്കുന്നത്, ആ പണം കൊണ്ടാണ് വാങ്ങിക്കുന്നത്. പക്ഷേ 2 പേരുടെയും മനസ്സിലെ ചിന്താഗതികൾക്കുള്ള വ്യത്യാസം എന്താണ്? ഒരാൾ ഇപ്പോൾ എൻ്റെ ഹസ്ബൻഡ് ഒരു രീതി വെച്ചാണെങ്കിൽ പുള്ളി അങ്ങനെ പൊതുവെ ആരെയും കൂടുതലായിട്ട് വിശ്വസിക്കില്ല. വേറെ എവിടെയെങ്കിലും നമുക്ക് ഒരു ഓപ്ഷൻ എന്നുള്ള രീതി നോക്കും. അല്ലാതെ ഉള്ളവരെന്താണ്, ഈ ഒറ്റ കടൽ മാത്രം കയറി അവർ പറയുന്നത് അവരെ വിശ്വസിക്കുകയാണ് കൂടുതലായിട്ട്. അത് ഒരു മനസ്സിൻ്റെ പ്രത്യേകത കൂടിയാണ് എന്നെനിക്ക് തോന്നുന്നു. ചിലരെന്ത് ചെയ്യും, നമ്മളെക്കുറിച്ച് വിശദമായിട്ടൊക്കെ അന്വേഷിക്കുമെന്ന്, എന്ത് ചെയ്യുന്നു, അങ്ങനെയാണ് ഇങ്ങനെയാണ്, ഞങ്ങൾക്ക് അവിടെ അറിയാവുന്ന ആൾക്കാരുണ്ട്, ഇവിടെ അങ്ങനത്തെ ആൾക്കാരുണ്ട് എന്ന് പറഞ്ഞങ്ങ് നമ്മളെ അങ്ങ് ശരിക്കും അവരുടെ ട്രാപ്പിലേക്ക് അങ്ങ് ഇടും. എന്നിട്ട് നമ്മളെക്കൊണ്ട് ആ സാധനമൊക്കെ എടുപ്പിക്കും. ചിലപ്പോൾ നമ്മൾ ആ ട്രാപ്പിലൊക്കെ വീണു പോവുകയും ചെയ്യും. നമുക്ക് ലാഭമാണോ നഷ്ടമാണോ എന്ന് പിന്നീട് നമുക്കത് മനസ്സിലാവുകയും ചെയ്യാറുള്ളൂ. ഇതൊക്കെ മിക്കവർക്കും സംഭവിക്കുന്നതാണ്. അബദ്ധങ്ങളിലൊക്കെ ഒരുപാട് പേര് വീഴുകയും ചെയ്യാറുണ്ട്. ശരിയല്ലേ?